നമസ്കാരം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച ദുരന്തമായതുകൊണ്ട് അതിനിരയാക്കപ്പെട്ടവരുടെ അവസ്ഥ അതിദാരുണമാണ് എന്ന് വേണം പറയാൻ. കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പാറയും മറ്റു വസ്തുക്കളും ഒഴുകിയടുത്തത് അനേകരുടെ ജീവനെടുത്തു. പലരുടെയും മൃതദേഹങ്ങൾ പോലും 12 കിലോമീറ്റർ അപ്പുറം ഒഴുകി മാറിയിരുന്നു. തീർത്തും വേദനാജനകമെന്നല്ലാതെ മറ്റു വാക്കുകളില്ല. വയനാട്ടിൽ ഇന്ന് നേരം പുലർന്നത് അനേകരുടെ കൂട്ട നിലവിളിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അനവധി പേർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി. നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. വലിയ ദുരന്തം സംഭവിച്ചതിന് ശേഷം രണ്ടാമതും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത്. മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും റോഡും പാലവും ഒലിച്ചുപോയതോടെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. പാലം ഒലിച്ചുപോയതോടെ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. സ്കൂൾ കെട്ടിടവും തകർന്നു. ചൂരൽമല മുണ്ടക്കൈ റോഡാണ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിരവധി വീടുകളിൽ വെള്ളവും ചെളിയും കയറി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. നിരവധി ആളുകൾ മലമുകളിൽ അഭയം തേടി. മരണം 45 കവിഞ്ഞു. സ്ത്രീകളും കുട്ടികളുമടക്കം അനവധി പേർ മണ്ണിനടിയിലാണ്. പരുക്കേറ്റവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ്. മുമ്പ് പറഞ്ഞതുപോലെ മരണസംഖ്യ 50-നോടടുക്കുന്നു. കേരളം മഴക്കെടുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്നു. നിരവധി ഡാമുകളിൽ വെള്ളം അപകടനിലയിലായി ഉയരുന്നു. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയുടെ മുന്നറിയിപ്പും ലഭിക്കുന്നുണ്ട്. വയനാട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ 3 തവണ ഉരുൾപൊട്ടി കല്ലും ചെളിയും മണ്ണും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് അവിടേക്ക് എത്തിയത്. അനേകം മനുഷ്യരെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത 2 ഡോക്ടർമാരെ കൂടി കാണാതായി എന്നുള്ളതാണ്. പുഴ ഗതിമാറി ഒഴുകുന്നു. പാലം തകർന്നു. അവിടെ പ്രതിസന്ധികൾ രൂക്ഷമായി തുടരുന്നു. നിരവധി വീടുകളും കുടുംബങ്ങളും ഒറ്റപ്പെട്ടു. പ്രദേശത്ത് 3 തവണ ഉരുൾപൊട്ടിയതായി നാട്ടുകാർ അറിയിക്കുന്നു. സംഭവത്തെ തുടർന്ന് എല്ലാ റെസ്ക്യൂ മിഷൻ സംഘടനകളും വയനാട്ടിലേക്ക് തിരിച്ചു. 181 അംഗ കേന്ദ്ര സംഘം വയനാട്ടിലേക്ക്. കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്യാനായി ഉള്ള ഹെലികോപ്റ്റർ സജ്ജമായി. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ആ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കാത്ത സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. പ്രാർത്ഥനയോടെ കേരളം.